23 വയസ്സുള്ള ബാംഗ്ലൂരിലെ ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ദിൽജിത്ത് ദൊസാഞ്ചിന്റെ ഒരു കൺസേർട്ടിന് 3000 രൂപയുടെ ടിക്കറ്റ് വാങ്ങാൻ ശ്രമിച്ചു. പക്ഷെ ടിക്കറ്റുകളാണെങ്കിൽ മിനിറ്റ്സിൽ സോൾഡ് ഔട്ട് ആയി. ഹാർഡ് കോർ ഫാനായ അയാൾ ഒന്നും ആലോചിക്കാതെ അപ്പൊ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് 15000 രൂപയുടെ VIP ടിക്കറ്റ് അങ്ങോട്ട് ബുക്ക് ചെയ്തു. അത് ആക്ച്വലി അയാളുടെ ഒരു മാസത്തിന്റെ റെന്റിന്റെ അത്ര തന്നെ വരും. പൈസ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ ഒക്കെ ശ്രദ്ധ വേണമെന്നുള്ളത് അയാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആളുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോട്ടോകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തതുകൊണ്ട് ആൾക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. കോൺസെർട്ട് മിസ്സായി കഴിഞ്ഞാൽ കൂളല്ലാതായാലോ. വിലയേറിയ ഗ്ലാസുകൾ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, ഇടയ്ക്കിടെയുള്ള കുറേ ട്രാവൽ. ഈ വർഷം മാത്രം 2 തവണ ക്രെഡിറ്റ് കാർഡിന്റെ ലേറ്റ് ഫീയും ഇയാൾ കൊടുത്തിട്ടുണ്ട്. ഇയാളുടെ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കരമാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതത്ര റെയർ കേസ് ഒന്നുമല്ല. ഇന്ത്യക്കാരിൽ പലരും തങ്ങളുടെ വരുമാനം ചെലവഴിക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്രവണതയുടെ ഒക്കെ ഭാഗമാണ്. ഇന്ത്യയിലെ യൂത്തിലെ പല ആൾക്കാരും അവരുടെ സാലറിക്ക് മുകളിലാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ അടുത്ത് നടന്നൊരു RBI സർവേ പ്രകാരം യൂത്തിലെ പകുതി പേർക്കും 12 മാസത്തിലുള്ള അവരുടെ ജീവിത ചെലവുകൾ അവരുടെ സാലറി വെച്ചിട്ട് മതിയാകാതെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സർവേ പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉയർന്നു വരുന്നത് ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. നാഷണൽ സെന്റർ ഫോർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ NCFE പ്രകാരം 77% പൊതുസാക്ഷരതാ നിരക്കുള്ള ഇന്ത്യയിൽ വെറും 27% മുതിർന്നവർക്ക് മാത്രമേ സാമ്പത്തിക സാക്ഷരതയുള്ളൂ. അതായത് 10 പേരുള്ള ഒരു മുറിയിലിരുന്നാൽ 2 അല്ലെങ്കിൽ 3 പേർക്ക് മാത്രമേ ബജറ്റ് ചെയ്യാനോ നിക്ഷേപിക്കാനോ സ്മാർട്ടായിട്ടുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനോ അറിയുള്ളൂ. ബാക്കിയുള്ളവരാണെങ്കിൽ വഴിയിൽ എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞൊക്കെ പഠിക്കുകയാണ്. ജപ്പാനിലാണെങ്കിൽ 43%, അമേരിക്കയിൽ 57%മാണ് ഫിനാൻഷ്യൽ ലിറ്ററസി. ഈ ഫിനാൻഷ്യൽ ലിറ്ററസിനെ കൊണ്ടുള്ള പ്രശ്നം എത്രത്തോളം വലുതാണ്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്താണ് ഇതിന് പരിഹാരം? ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കാലം പോയൊരു പോക്കെ. സ്വർണ്ണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വെറും ചായയുടെ കാശിന് പോലും ഇപ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് കിട്ടുന്നു. അതെ, ജാർ ആപ്പിൽ നിങ്ങൾക്ക് വെറും 10 രൂപ തൊട്ട് 24 ക്യാരറ്റ് ഗോൾഡിൽ സേവ് ചെയ്തോളാം. ജാർ ഉള്ളപ്പോൾ ബേജാർ എന്തിനാണ്? നിങ്ങൾ ഈ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കൂ. ഓയോയുടെ ഫൗണ്ടർ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും ശരിയാണ്. ഫിനാൻസ് എഡ്യൂക്കേഷൻ जो है ये शायद स्कूल में बचपन से बतानी चाहिए. ഈ അടുത്ത് ഒരു CA ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് സ്കൂളിൽ നമ്മളെ GDP പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ സ്വന്തം വരുമാനം ബജറ്റ് ചെയ്യാൻ മാത്രം പഠിപ്പിക്കുന്നില്ല എന്നാണ്. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സ്കൂളുകളിൽ ക്ലാസ് റൂം ലെവലിൽ ഇടപെടലുകൾ ഇല്ല എന്നതാണ്. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പണം കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നില്ല എന്നതുമാണ്. പണത്തെക്കുറിച്ചുള്ള ധാരണ പോലും വളരെ വൈകിയാണ് വരുന്നത്. അതിനാൽ ഭൂരിഭാഗം ആളുകളും യഥാർത്ഥ ലോകത്ത് പണം കൈകാര്യം ചെയ്യാൻ അറിയാതെ മുതിർന്നവരാകുന്നു. ആളുകളാണെങ്കിൽ പിഴവുകളിലൂടെയാണ് ഈ ഫിനാൻഷ്യൽ ലിറ്ററസി പഠിക്കുന്നത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ മൊത്തം ഗുണനിലവാരം തന്നെ അത്ര മികച്ചതല്ല. AACR സർവേ പ്രകാരം ഗ്രാമീണ ഇന്ത്യയിലെ ഗ്രേഡ് 3 വിദ്യാർത്ഥികളിൽ 74% പേർക്ക് പോലും ബേസിക് ആയിട്ടുള്ള മാത്സ് ചെയ്യാൻ പോലും കഴിവില്ല. അതേസമയം ഇന്ത്യയുടെ കൺസ്യൂമർ സ്പെൻഡിങ്ങിൽ 43% നടത്തുന്നത് ജെൻസിയാണ്. പക്ഷെ പലർക്കും പണം കൈകാര്യം ചെയ്യാനും സാമ്പത്തിക സുരക്ഷിതത്വം കെട്ടിപ്പടുക്കാനും ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കഴിവുകൾ പോലും ഇല്ല. രണ്ടാമത്തെ കാര്യം, വീട്ടിലും പണത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാറില്ല എന്നതാണ്. ഇന്ത്യൻ സമൂഹത്തിൽ ദ മണി ടാബു എന്നൊരു കാര്യമുണ്ട്. ഈ ആശയം ബ്രിട്ടീഷ് സമൂഹത്തിൽ നിന്നാണ് വന്നത്. പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് മര്യാദക്കേടോ മോശമോ ആയിട്ടുള്ള കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ന് പല കുടുംബങ്ങളിലും പല ഡിഫറെന്റ് കാരണങ്ങൾ കാരണം ഈ കാശിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒഴിവാക്കാറുണ്ട്. ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വെറുതെ ഷോ കാണിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റബോധം വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഡിസ്കഷൻ ഒഴിവാക്കാറുണ്ട്. മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാരാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ സ്വയം പര്യാപ്തരാണെന്ന് കാണിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ സ്ഥിരതയുള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടിയും ഈ പണത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യാതിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും മണി മാറ്റേഴ്സ് ഒന്നും ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതിന്റെ ഫലം എന്താണ്? മുതിർന്നവർ പണത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, യുവാക്കളാണെങ്കിൽ അത് കേൾക്കുന്നില്ല, ചോദിക്കാനാണെങ്കിൽ മടിക്കുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ലിറ്ററസി ഈ മുതിർന്ന ആൾക്കാരിൽ നിന്നും യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. മൂന്നാമത്തെ കാരണം, മിക്ക ഇന്ത്യക്കാർക്കും കയ്യിൽ ധാരാളം പണം ഇല്ല എന്നതാണ്. ഇന്ന് ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യ ഉടൻ തന്നെ 3ാമതാവുകയും ചെയ്യും. പക്ഷേ മിക്ക ഇന്ത്യക്കാർക്കും കാര്യമായിട്ട് വരുമാനം ഒന്നുമില്ല. ശരിക്കും നോക്കുകയാണെങ്കിൽ 60% ജനങ്ങളും ദിവസം ഏകദേശം 300 രൂപ മാത്രമേ സമ്പാദിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പാരന്റ്സിന് കുട്ടികൾക്ക് പോക്കറ്റ് മണി കൊടുത്ത് പണം കൈകാര്യം ചെയ്യാനും സേവ് ചെയ്യാനും ഒന്നും പഠിപ്പിക്കാനും സാധിക്കുന്നില്ല. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റും നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ ലിറ്ററസി എങ്ങനെ വർദ്ധിപ്പിക്കാം? സ്കൂൾ കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 2015 നോബൽ ഫൗണ്ടേഷൻ NGO ലുധിയാനയിലെ ചേരിയിലെ കുട്ടികൾക്ക് ക്ലാസ് 1 മുതൽ 5 വരെ താൽക്കാലിക സ്കൂളുകൾ നടത്തി ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു. പ്രോജക്റ്റിന്റെ പേര് ദ പിഗ്ഗി ബാങ്ക് പ്രോജക്റ്റ്.
ചെറിയ തുകകൾ പതിവായി സേവ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിച്ച് സ്വയം പര്യാപ്തരാക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിന് സഹായിക്കുകയും ആയിരുന്നു ലക്ഷ്യം. ആദ്യം വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇതിൽ പങ്കെടുത്തുള്ളൂ. പക്ഷേ 2020 കോവിഡ് ലോക്ക്ഡൌണിൽ പല തൊഴിലാളികൾക്കും ജോലി നഷ്ടപ്പെട്ടപ്പോൾ കുട്ടികൾ ഈ പ്രൊജക്റ്റിലൂടെ സേവ് ചെയ്ത പണം ഉപയോഗിച്ച് കുടുംബങ്ങൾ പിടിച്ചു നിന്നു. സേവിങ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ കുടുംബങ്ങൾ പിന്നീട് കുട്ടികളെ സേവ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. കുട്ടികൾക്ക് കിട്ടുന്ന പോക്കറ്റ് മണി 5 രൂപയോ 10 രൂപയോ ആയിരുന്നാലും സ്കൂളിൽ നൽകി മൺപാത്രത്തിലെ പിഗ്ഗി ബാങ്കുകളിൽ ഇടാൻ തുടങ്ങി. ബന്ധുക്കൾ കൊടുക്കുന്ന പണവും രക്ഷിതാക്കൾ പിഗ്ഗി ബാങ്കിലേക്ക് തന്നെ വെച്ചു. ഓരോ കുട്ടികളുടെയും പേര് സ്ലിപ്പ് ഒട്ടിച്ച് പിഗ്ഗി ബാങ്കുകൾക്ക് അധ്യാപകർ സുരക്ഷിതമായി സൂക്ഷിച്ചു. വർഷത്തിൽ 2 പ്രാവശ്യം അധ്യാപകർ പിഗ്ഗി ബാങ്കുകൾ പൊട്ടിച്ച് പണം കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു. ലോക്ക്ഡൌണിന് ശേഷം അക്കൗണ്ടുകൾ തുറന്നു. പ്രൊജക്ടിന്റെ ഭാഗമായി സേവ് ചെയ്ത കുട്ടികൾക്ക് പരീക്ഷയിൽ 5 മാർക്ക് അധികം നൽകി. ഏറ്റവും കൂടുതൽ സേവ് ചെയ്ത കുട്ടികൾക്ക് സമ്മാനങ്ങളും ചില കുട്ടികൾക്ക് വർഷത്തിൽ 12,000 രൂപ വരെ സേവ് ചെയ്തു. ഇന്ന് ഈ പ്രൊജക്റ്റിൽ ചേരി പ്രദേശങ്ങളിലെ കുറഞ്ഞത് 2,000 കുട്ടികളെങ്കിലും ഉൾപ്പെടുന്നു. ഇത് പല കുട്ടികളെയും കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരും സ്വതന്ത്രരും ആക്കി മാറ്റി. ഉദാഹരണത്തിന് 12 വയസ്സുള്ള വന്ദന ഇപ്പോൾ ഡോക്ടറാകാൻ സ്വപ്നം കാണുന്നു. 13 വയസ്സുള്ള രാഖി പോലീസ് ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്നു. രണ്ടുപേരും തങ്ങളുടെ സേവിങ്സ് പഠനത്തിന് ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ഇതാണ് തുടക്കകാലത്ത് ഫിനാൻഷ്യൽ ലിറ്ററസി വെച്ച് ചെയ്യാൻ കഴിയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം. സ്കൂളുകളിൽ ഫിനാൻഷ്യൽ ലിറ്ററസി പഠിപ്പിക്കാൻ അസാധാരണ സജ്ജീകരണം ഒന്നും ആവശ്യമില്ല. ലോകമെമ്പാടുള്ള ഗവേഷണങ്ങൾ കാണിക്കുന്നത് ക്ലാസ് റൂം ടീച്ചിങ്, ഡിജിറ്റൽ ടൂളുകൾ, പിയർ ബേസ്ഡ് കമ്മ്യൂണിറ്റി ലേണിംഗ് എന്നിവ യുവാക്കളിൽ ആത്മവിശ്വാസവും സ്മാർട്ട് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നൽകുന്നതാണ്. ഒരു NGO ആയിട്ടുള്ള ഗ്ലോബൽ ഷേപ്പേഴ്സ് ഗുരുഗ്രാം ഹബ്ബ് ആരംഭിച്ച ഒരു പ്രോജക്റ്റാണ് നിവേശ്. ഇത് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. കഥ പറയൽ, ഡിജിറ്റൽ ടൂളുകൾ, രസകരമായ ആക്ടിവിറ്റികൾ എന്നിവ ഉപയോഗിച്ച് കുട്ടികൾക്ക് പണം കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പ്രോഗ്രാമിന് മുമ്പ് മിക്ക കുട്ടികളും പണം 50-50 ആയിട്ട് ചെലവഴിക്കുകയോ മുഴുവൻ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയോ ചെയ്തിരുന്നു. ഇവരുടെ ഇടപെടലിന് ശേഷം 75% കുട്ടികളും 50-30-20 റൂളൊക്കെ പോലെയുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറേ റൂൾസ് സ്വീകരിച്ചു. ഇത് കുട്ടികളുടെ പണം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വലിയ മാറ്റം തന്നെ കാണിക്കാൻ തുടങ്ങി. എന്തിന് സേവ് ചെയ്യാണെന്ന് ചോദിച്ചപ്പോൾ 54% വിദ്യാർത്ഥികളും എഡ്യൂക്കേഷൻ എന്നും 17% വിദ്യാർത്ഥികൾ വ്യക്തിഗത ആഗ്രഹങ്ങളെന്നും ഭാവി പ്ലാനുകളെന്നും എമർജൻസി സിറ്റുവേഷൻസ് എന്നും പറഞ്ഞു. സേവിങ്സിനെ കുറിച്ച് മാതാപിതാക്കളോട് ഇടയ്ക്കിടെ സംസാരിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചു. എത്രയധികം ഇടപെടലുകളും ക്യാമ്പയിനുകളും കൊണ്ടുവന്നാലും കുടുംബങ്ങളിൽ പണം ചർച്ച ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ ഇതിൽ യാതൊരു ഗുണവുമില്ല. ഉദാഹരണത്തിന് സാധാരണ ഇന്ത്യൻ വീടുകളിൽ മുതിർന്നവർ എപ്പോഴും പറയാറുള്ളത് സേവിങ്സ് FDയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവർക്കറിയാത്ത നിരവധി മികച്ച ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ജാർ തന്നെ നോക്കുക. നിങ്ങൾക്ക് ഡെയിലി വെറും 10 രൂപ തൊട്ട് 24 കാരറ്റ് ഗോൾഡിൽ സേവ് ചെയ്യാൻ തുടങ്ങും. എത്ര അടിപൊളിയാണെന്ന് നോക്കിയേ. നിങ്ങൾ ഗോൾഡിന്റെ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സിലുള്ള റേറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സേവിങ്സ് എത്രത്തോളം വളരും എന്നുള്ളത് വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റും. എത്ര പെർസെൻറ്റേജ് വളരും എന്നുള്ളത് തന്നെ നിങ്ങൾ സ്വന്തം ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ജാറിൽ നിങ്ങൾ മാനുവലായിട്ട് ഒന്നും ചെയ്യണ്ട. നിങ്ങളൊരു ഓട്ടോ പേ എങ്കിലും സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ജാറിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെയിലി ഒരു 10 രൂപ വെച്ചൊക്കെ സേവ് ആവില്ലേ? ആ സേവ് ആവുന്നത് അന്നത്തെ റേറ്റിലാണ്. സോ ഈ ഒരു ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രോഫിറ്റ് മാർക്കറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. നിങ്ങൾ ലോങ് ടേം ആയിട്ട് വെക്കുകയാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഇത് വേണ്ടി എൻ്റെ തലതിന്നാൻ വരരുത്. ഓക്കെ. പിന്നെ വിത്ഡ്രോവലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ കോയിൻ ആയിട്ടോ അല്ലെങ്കിൽ ജ്വല്ലറി ആയിട്ടോ ഒക്കെ ജാറിന്ന് വിത്ഡ്രോ ചെയ്യാനും പറ്റും. ഓൾറെഡി 4 crore യൂസേഴ്സ് ഉള്ള ആപ്പാണ് ജാർ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം, യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ FD എന്ന് മാത്രമുള്ള ആ ഒരു മനോഭാവം അത് മാറേണ്ടതുണ്ട്. പിന്നെ സേവിങ്സിന്റെ കാര്യമാണെങ്കിൽ നമ്മളത് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് അവരെ കൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ യുവാക്കൾ ഫിനാൻഷ്യൽ ലിറ്ററസി പഠിപ്പിക്കുന്നത് അവരുടെ മെന്റൽ ഹെൽത്തിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും വളരെ പ്രധാനമാണ്. യുവാക്കൾക്ക് പണം കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ സമ്മർദ്ദവും ഉത്കണ്ഠയും ഒക്കെ കുറയുന്നു. സാമ്പത്തിക സാക്ഷരതയുള്ള യുവാക്കൾ സ്മാർട്ട് തീരുമാനങ്ങൾ എടുക്കാനും കടക്കണിയിൽ പെടാതിരിക്കാനും സാമ്പത്തിക സുരക്ഷിതത്വം കെട്ടിപ്പടുക്കാനും സാധ്യത കൂടുതലാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളും ആക്ടിവിറ്റികളും ആരംഭിച്ച് പണം കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമല്ല മാനസികമായിട്ടും വൈകാരികമായിട്ടും ശക്തമായിട്ടുള്ള ഒരു തലമുറ തന്നെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു, നീ എന്ത് ചെയ്താലും അത് നിസ്സാരമായിരിക്കും, പക്ഷെ അത് ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ചെറിയ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ നമ്മളെ യുവശാക്തീകരണത്തിലും ക്ഷേമത്തിലും അർത്ഥവത്തായ വലിയ മാറ്റം തന്നെ വരുത്തും. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ ഭയങ്കര ബാക്ക്വേർഡ് ആയിരിക്കുന്നത്? എങ്ങനെ നമുക്ക് ഇവരെയൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റും? എന്തൊക്കെ മാറ്റങ്ങളിലൂടെ നമുക്ക് നമ്മുടെ യുവാക്കളെയോ അല്ലെ കുട്ടികളെയോ ഒക്കെ ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി ജാർ ആപ്പ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.